കർത്താവിനെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ എനിക്ക് എപ്പോഴെങ്കിലും ഒരു സ്പാർക്ക്, ഒരു ജ്വലിക്കൽ, ഒരു തീക്ഷ്ണത എനിക്ക് തോന്നുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു നിർഗുണാവസ്ഥയിലാണ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ചൂടുമില്ല, നമുക്കൊരു തണുപ്പുമില്ല, നമുക്ക് ചൂടിൻ്റെ ഔഷധ ഗുണമില്ല, തണുപ്പിൻ്റെ ഒരു പുതിയ എനർജി, പുതുജീവൻ നൽകുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല. ഒന്നിനും കൊള്ളാത്തൊരവസ്ഥ. പേരിന് ക്രൈസ്തവൻ, പേര് ക്രിസ്ത്യൻ പേരാണ്. അപ്പോൾ ചില ആൾക്കാരുടെ പേര് ക്രിസ്ത്യൻ പേരുമല്ല, കേട്ട് കഴിഞ്ഞാൽ ഏതാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, എന്തെങ്കിലും ആവട്ടെ. പക്ഷേ ക്രിസ്ത്യാനിയാണോ? ആണ്. ക്രിസ്ത്യാനിയാണോ? ആ. അത് ജീവിതത്തെ തൊടുന്നില്ല, അത് ജീവിതത്തെ ബാധിക്കുന്നില്ല. നമ്മൾ സ്വീകരിക്കുന്ന കുദാശകൾ ജീവിതത്തെ സ്പർശിക്കുന്നില്ല. വായിക്കുന്ന കേൾക്കുന്ന ദൈവവചനങ്ങൾ തൊടുന്നില്ല നമ്മുടെ ഒരു ജീവിത അനുഭവമായിട്ട് മാറുന്നില്ല. കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവവേദ്യമാകുന്നില്ല. നമ്മളെ കാണുമ്പോൾ കർത്താവിൻ്റെ സുവിശേഷം, നമ്മൾ പറയുമ്പോൾ കർത്താവിൻ്റെ സുവിശേഷം ആരും കാണുന്നില്ല, കേൾക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. കർത്താവ് ആഗ്രഹിക്കുന്ന അതാണ്. കർത്താവിൻ്റെ കരങ്ങളാകാൻ, കർത്താവിൻ്റെ സ്നേഹമാകാൻ, കർത്താവിൻ്റെ സാന്ത്വനമാകാൻ, കർത്താവിൻ്റെ സ്പർശമാകാൻ, കർത്താവിൻ്റെ സ്വന്തമാകാൻ, കർത്താവ് സ്നേഹിക്കുന്നത് നമ്മുടെ ചുറ്റുപാടുമുള്ള മനസ്സിന് അനുഭവവേദ്യമാകാൻ, ഇതൊക്കെയാണ് കർത്താവിൻ്റെ സ്വപ്നങ്ങൾ. പക്ഷേ അതുണ്ടാകുന്നില്ല.